എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത മസാല ടീ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് സാലഡാണ്. ഇത് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഈ സാലഡ് ഞാൻ തയ്യാറാക്കുന്നത്. ഈ സാലഡിൽ ഞാൻ കുറച്ച് വെജിറ്റബിളും ഫ്രൂട്ട്സും കൂടി ചേർത്തിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളൊരു കാര്യം ഈ സാലഡ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പൈനാപ്പിൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്ത് ഉടൻ കഴിക്കാനല്ല. നമ്മൾ ഈ സാലഡ് ഉണ്ടാക്കി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമ്മൾ ഈ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. സെർവ് ചെയ്യുന്ന ടൈമിൽ മാത്രം നമ്മൾ ഈ പൈനാപ്പിൾ ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാവൂ. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ കയ്പ്പ് രസം വരും. അപ്പം അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പം ഇതെങ്ങനെയാണ് ഈ വ്യത്യസ്തമായിട്ടുള്ള സാലഡ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും എനിക്ക് റിപ്ലൈ തരണം കേട്ടോ. അപ്പം നമുക്ക് സാലഡ് തയ്യാറാക്കാൻ പോകാം. അപ്പം ആദ്യം തന്നെ നമുക്ക് കസ്റ്റേർഡ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് ഗ്യാസ് ഓൺ ചെയ്തൊരു പാത്രം വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. തണുത്ത പാലാണിത്. ഇതിലേക്ക് ഞാൻ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ലെവൽ ചെയ്താണ് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ എടുക്കുന്നത്. ഈ തണുത്ത പാലിലേക്ക് ഇട്ട് കലക്കി കൊടുക്കാം. കട്ടയില്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇത്രയും മതിയാകും. പാൽ ഇതുപോലെ തിളച്ച് വരുമ്പോഴേക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ കസ്റ്റാർഡ് തന്നെ എടുത്ത സ്പൂൺ ആയതുകൊണ്ടാണ് കളറൊന്ന് ചേഞ്ച് ആയിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഈ പഞ്ചസാരയുടെ അലിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറേശ്ശെ ഈ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഈ ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ചാറ് ഞാൻ എടുക്കും. ആ ചാറ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു ഗ്രേറ്റർ എടുക്കണം. ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കുഞ്ഞ് ഗ്രേറ്ററാണ് എടുത്തത്. കാരണം നന്നായിട്ട് ഇതിന് ചാറ് വരാൻ വേണ്ടിയിട്ടുണ്ടോ. ഇത്രയും മതിയാകും. ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ കണ്ടോ ചാറ് വന്നത് ഇതുപോലെ എടുക്കണം. അപ്പം ഇതാണ് ഞാൻ ഈ കസ്റ്റാർഡിലേക്ക് ഒഴിക്കുന്നത്. ഇത് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കും. നല്ലോണം ഒന്ന് പിഴിഞ്ഞു കൊടുത്താൽ മതി. അപ്പം ആ സത്ത് മുഴുവൻ നന്നായിട്ട് ഇതിലേക്ക് വരും. ഇതിപ്പോൾ കണ്ടോ, ഇതിലൊന്നുമില്ല. ഞാൻ അതുപോലെ ഇതിൻ്റെ ചാറ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, കസ്റ്റേർഡിൻ്റെ കളർ ഇവിടെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. കണ്ടോ, കാണുന്നവർ വിചാരിക്കും നമ്മൾ ഫുഡ് കളറാണ് ചേർത്തതെന്ന്. ഒന്നുമില്ല, നാച്ചുറൽ കളറാണ് ചേർത്തത്. ഒരുപാട് കട്ടിയാകരുത് കേട്ടോ. ഇത്രയും മതിയാകും. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ തണുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 200 ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഞാൻ 250 ml ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു വിസ്ക് കൊണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വിസ്ക് കൊണ്ട് ഇളക്കുമ്പം ശരിക്കും ഇത് നന്നായിട്ട് മിക്സായി വരും. ഇപ്പം കണ്ടോ, നമ്മൾ ഈ ഫ്രഷ് ക്രീം ചേർത്തപ്പോഴേക്ക് ഇതിൻ്റെ കളർ ഒരു ലൈറ്റ് കളറായി. മധുരം ഉണ്ടോ നോക്കട്ടെ. അടിപൊളി ടേസ്റ്റ്, എല്ലാം പാകത്തിനുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൽ ചേർക്കാനുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ ഇഷ്ടത്തിന് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ കുക്കുംബർ എടുത്തിട്ടുണ്ട്. കുക്കുംബർ ഉണ്ടോ, അതിൻ്റെ നടുവിലുള്ള സീഡൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എല്ലാം വളരെ കുറച്ച് വീതമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ പൈനാപ്പിൾ, പോമഗ്രനേറ്റ്,
പിന്നെ ബെൽ പെപ്പേഴ്സ് ഞാനിവിടെ ഗ്രീന്, യെല്ലോ, റെഡ് 3 ടൈപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഇതിനേക്കാളും കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇത് റോ ബീട്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വേവിച്ചതോ ഒന്നുമല്ല, വെറുതെ നമ്മൾ അത് അതിൻ്റെ ഗുണം കളയണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതുപോലെ തന്നെ ഇടുന്നത്. പക്ഷേ ഇത് മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി ഞാനിതിലേക്ക് ഈ വെജിറ്റബിളും ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉണ്ടോ, ഒന്നും കൂടി ഒരു കളർ കിട്ടും നമ്മൾ ബീട്രൂട്ട് ഇങ്ങനെ ഇടുമ്പോഴേക്ക്. അപ്പം നിങ്ങൾക്ക് ഇതിനേക്കാളും ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് ഇതിനേക്കാളും ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഏത്തപ്പഴം വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്ത് ചേർക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. കണ്ടോ, നല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാലഡാണിത്, മിക്സഡ് സാലഡ്. എന്തെങ്കിലും പാർട്ടിക്കോ ഫംഗ്ഷനോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണേ. കണ്ടോ, ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാമും പിസ്തയും പംകിൻ സീഡും എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്താണോ ഇഷ്ടം അതൊക്കെ ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട് ഉണ്ടെങ്കിൽ കാഷ്നട്ട് ഇടാം, അതല്ല റൈസിന് വേണമെങ്കിൽ റൈസിന് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട്, വേറെ കാര്യം, ഇത് ഇരിക്കും തോറും കളർ കൂടും. കാരണം എന്തെന്നറിയോ, നമ്മൾ ഇതിലേക്ക് ബീട്രൂട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ കട്ട് ചെയ്ത ബീട്രൂട്ട് ഇരുന്ന് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കളർ കുറച്ച് കഴിയുമ്പോൾ ഈ കളറായിരിക്കില്ല കേട്ടോ, ചേഞ്ച് ആവും. ഇത് ശരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് ടേസ്റ്റ് കൂടുതൽ. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാമേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സാധാരണ ഇത് നല്ല തണുപ്പിച്ചിട്ട് വേണം കഴിക്കാനുള്ളത്. ഞാൻ ബീട്രൂട്ടും കൂടി ചേർന്നുള്ളതാണ് എടുക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും കഴിക്കുന്നവർ പറയത്തേ ഇല്ല ഇതിൽ നമ്മൾ ഇത്രയും വെജിറ്റബിൾസ് ചേർത്തിട്ടുണ്ടെന്ന്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് ഞാൻ എൻ്റെ മനസ്സിലെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ തയ്യാറാക്കിയെടുത്തത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിപ്ലൈ തരണേ. ഞാൻ പറഞ്ഞില്ലേ ഇതിൽ നിന്ന് കളർ വരുമെന്ന്. കണ്ടോ, ഈ ബീട്രൂട്ട് നമ്മളിങ്ങനെ ഇടുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കളർ വരും. ശരിക്കും നല്ലൊരു കളറാവും കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്ക്. അപ്പം ഞാൻ ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുവാണ്. ഞാൻ ഇതിന് മുകളിലേക്ക് ഇതുപോലെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ വരുത്താണ്. നമ്മുടെ സാലഡിനെയും ഒരു സുന്ദരിക്കുട്ടിയാക്കണ്ടേ. നമുക്ക് ശരിക്കൊരു പാർട്ടിക്കൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി സാലഡാണ് കേട്ടോ. ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാലഡ്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് എൻ്റെതായിട്ടുള്ള രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കളറൊക്കെ ഉള്ളതുകൊണ്ട് കൊച്ചു കുട്ടികളൊക്കെ പങ്കെടുക്കുന്ന പാർട്ടിക്കൊക്കെ ആണെങ്കിൽ അവർക്ക് വളരെ താല്പര്യമായിരിക്കും. ശരിക്കും ഇത് കഴിച്ചാൽ അറിയത്തേ ഇല്ല കേട്ടോ ഇതിൽ ഇത്രയും വെജിറ്റബിൾസ് ചേർന്ന ഒരു സാലഡാണെന്ന്. ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിളും ഫ്രൂട്ടും കൊണ്ട് തന്നെയാണ് ഈ ഡെക്കറേഷൻ ചെയ്യണത്. കാണുമ്പോൾ നല്ല ഒരു കളർഫുള്ളായിരിക്കണം, കണ്ടാലിങ്ങനെ കോരി കഴിക്കണം. അങ്ങനെ നമ്മുടെ മിക്സഡ് സാലഡായ സുന്ദരിക്കുട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാൻ, വളരെ ടേസ്റ്റിയുമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചിട്ട് തന്നെ ഇത് കഴിക്കണം. അപ്പം ഞാനിനി ഇതുപോലെ ഒരു ഗ്ലാസ്സിലും കൂടി ഒഴിച്ച് ഇവളെയൊന്ന് സുന്ദരിയാക്കട്ടെ. നമ്മുടെ വെജ് ആൻഡ് ഫ്രൂട്ട് മിക്സഡ് സാലഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചിട്ട് കഴിക്കണം ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവരും ഈ സുന്ദരിക്കുട്ടിയൊന്നും ഉണ്ടാക്കിയിട്ട് എനിക്ക് റിപ്ലൈ തരണേ. നിങ്ങൾ കണ്ടോ ഈ ഫാനൂസ്? ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ കാണണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാനിത് കാണിച്ചു തരുന്നത്.
ഈ ഫാനൂസ് ഞാൻ സൗദിയിലായിരുന്നപ്പോൾ ചെയ്തിരുന്നതാണ്. 1586 മുത്തുകളാണ് ഇതിലേക്കുള്ളത്. ഇത് ഞാൻ ചെയ്തത് 5 ദിവസം കൊണ്ടാണ്. ഞാൻ ഉറക്കമില്ലാണ്ട് ഞാൻ ഫുൾ ടൈം ഇരുന്നിട്ട് ചെയ്ത് തീർത്ത ഒരു വർക്കാണിത്. എന്നെ നിസാർക്ക് ആ സമയമൊക്കെ ഒത്തിരി വഴക്ക് പറയുന്നു, കാരണം ഉറക്കമില്ലാതെ ഇങ്ങനെ ഞാൻ ഇതിന്റെ പുറകെ ഇരിക്കുന്നതുകൊണ്ട്. എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉറക്കമൊക്കെ മാറ്റി വെച്ചിട്ട് അത് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ എനിക്ക് സമാധാനമാവത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്തെടുത്തൊരു സാധനമാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ശരിക്കും പറഞ്ഞാല് ഇത് നിസാർക്ക് പറഞ്ഞ് വേറെ പണിയൊന്നുമില്ല, ഇനി ഇതിനെയൊക്കെ ചുമന്നുകൊണ്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഹാൻഡ് ലഗേജിൽ വെച്ച് കൊണ്ടുവന്ന ഒരു സാധനമാണ്. ഇപ്പൊ കുറെ വർഷമായില്ലേ, അപ്പം അതുകൊണ്ട് തന്നെ അത് ഫെയ്ഡായി പോയി. ഇതേ മുത്തൊക്കെ കുറച്ച് അവിടെ ലൂസായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോ ഇത് എനിക്ക് ഒന്നും കൂടിയൊക്കെ ഒന്ന് മുറുക്കി പിടിപ്പിക്കണം. പക്ഷെ അതിനുള്ള സമയമൊന്നും എനിക്ക് കിട്ടുന്നില്ല, അതാണ് കാര്യം. പക്ഷെ ഇത് നിങ്ങൾ കാണുന്നത് പോലെ എളുപ്പമല്ല കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഇത് കണ്ടോ, ഈ സൈഡിലുള്ള ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെയാണ് ഈ മുത്തുകൾ ഹാങ് ചെയ്യുന്നതും എല്ലാം. അപ്പം നല്ല കുറച്ച് അധ്വാനം വേണം നമ്മളിത് ചെയ്ത് ഈ ഒരു രൂപത്തിലാക്കി എടുക്കാനായിട്ട്. പിന്നെ ഞാൻ ആ സമയത്ത് ഒരുപാട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ വരാൻ നേരം അവിടെ ബദർ റാബി എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ അവിടുത്തെ ഒരു ഡോക്ടർ ഞങ്ങളുടെ ഫ്രണ്ടാണ്. അപ്പൊ ആ ഡോക്ടറിന്റെ വൈഫിന് ഞാൻ കുറേ സാധനങ്ങൾ അങ്ങനെ കൊടുത്തായിരുന്നു. ഞാൻ ചെയ്ത കുറേ വർക്കുകൾ, അതിൽ ഏറ്റവും നല്ലൊരു വർക്ക് ഒരു ഫ്രെയിം ചെയ്തത്. പിന്നീട് ആ ഡോക്ടർ പറഞ്ഞ് അത് ബദർ റാബി ഹോസ്പിറ്റലില് കേറുന്ന റൂമിൽ തന്നെ അവരത് വാളിൽ ഹാങ് ചെയ്തിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഞാൻ ചെയ്ത ഒരു സാധനം ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്തിട്ട് വന്നതാണ്. അപ്പൊ അവരത് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ഹാളിലൊക്കെ അത് ഫിക്സ് ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു അതൊക്കെ പോയി കാണും, ഇത്രയും വർഷമായില്ലേ. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വരാൻ നേരമായപ്പോ ഇതെല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ട് വളരെ 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 കുറച്ച് ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുവന്നത്. അത് ഞാൻ ഇതുപോലെ പല പല വീഡിയോസിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്. ഞാൻ പറഞ്ഞില്ലേ 1586 മുത്തുകളാണ് ഇതിലേക്കുള്ളത്. പക്ഷെ ഇതിലേക്ക് സമ്മതിക്കേണ്ട ഒരു കാര്യം ആരുടെന്നോ, നിസാർക്ക് അടുത്ത് ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് അപ്പൊ ഇതെല്ലാം വാങ്ങിത്തരും. ഈ മുത്തിന്റെ ആയാലും ഇപ്പൊ ഇന്നത്തെ പോലെ അല്ല, അന്ന് നമ്മള് കോബാറിലൊക്കെ ആണെങ്കിലും ഇപ്പൊ നമുക്ക് ചെന്ന് വാങ്ങിക്കണമെങ്കിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നിസാർക്ക് ഓഫീസിൽ നിന്ന് വരുന്ന സമയം പിന്നെ ഞാൻ ഇതുപോലുള്ള പർച്ചേസിങ്ങിനൊക്കെയാണ് പോകുന്നത്, വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഹെൽപ്പ് നിസാർക്ക് ചെയ്തു തരും. ഇഷ്ടപ്പെട്ടോ ഇത്?